NHS ഇംഗ്ലണ്ടിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടി പിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും NHSന് വേണ്ടി ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ 200 ബില്യണോളാണ് NHSന് വേണ്ടി മാത്രമായിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുക. ഇതിൽ ഏകദേശം 3.5 ബില്യണോളം NHS ഇംഗ്ലണ്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ വർക്കുകൾക്ക് മാത്രമായിട്ട് ചെലവഴിക്കുകയാണ്. അപ്പോൾ ഇത് ഭീമമായിട്ടൊരു തുക അധിക ചെലവാണ് എന്നുള്ളതാണ്. ഇത് മൊത്തം NHSന്റെ പേഷ്യന്റ് കെയറിലോട്ടും അതേപോലെ മറ്റു സ്റ്റാഫ് ബെനിഫിറ്റിലോട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് തീരുമാനം. ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഭാവിയിൽ NHSന്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും. ഈ പറഞ്ഞ NHSലുള്ള ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വെയിറ്റ് ലിസ്റ്റിന് നീളലാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ ഒരു നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ബഡ്ജറ്റ് ഇല്ലാത്ത NHSന് ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയിക്കൊണ്ടുണ്ടായിരുന്നത്. ഒരുപാട് നഴ്സുമാരാണ് NHS റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്സും ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് അല്ലെ. വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വാർത്തയെ കാണുന്നത്. തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് പോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് NHSന് സാധിക്കുകയും തത്ഫലമായിട്ട് റിക്രൂട്ട്മെന്റ് എല്ലാം ആരംഭിക്കുകയും സ്മൂത്ത് ആയിട്ട് NHSലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷ. Please watch full video and subscribe our channel.